ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് അർജന്റീന തങ്ങളുടെ സെമി ഫൈനൽ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. എതിരാളികൾ ഇംഗ്ലണ്ടാണ്. നാളെ അർദ്ധരാത്രി അഥവാ മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. മാത്രമല്ല, വേൾഡ് കപ്പിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ പലപ്പോഴും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം കൂടിയാണ് ഇത്. അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഒരു ദ്വീപിൻ്റെ പേരിലൊക്കെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അമേരിക്കൻ TV ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ മത്സരത്തെ ഹൈ റിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഫിഫയും. അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ മത്സരത്തിന് വേണ്ടി അധികമായി കൊണ്ട് നിയമിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റയിലാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്തുമൊക്കെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഡേഞ്ചറായ ഒരു മത്സരമായിക്കൊണ്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. അർജന്റീന ആരാധകരും ഇംഗ്ലീഷ് ആരാധകരും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജന്റീനയിലെ പല ക്ലബ്ബുകളിലെയും ആരാധക കൂട്ടായ്മകൾ ഇപ്പോൾ അറ്റ്ലാന്റയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഹൂളിഗൺസ് ഇപ്പോൾ അറ്റ്ലാന്റയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാൻ ലോറൻസോ, മൊറോൺ, ഹുറാക്കാൻ, വലസ് തുടങ്ങിയ ക്ലബ്ബുകളുടെ ഹൂളിഗൺസ് ഇപ്പോൾ അറ്റ്ലാന്റയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് ഹൂളിഗൺസും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ട് ടീമുകളുടെയും ആരാധകർ തമ്മിൽ കൊമ്പ് കോർക്കാനുള്ള ഒരു വലിയ സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ ഹൈ റിസ്ക് പട്ടികയിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.